ഇത് വലിയൊരു കെണിയാ. ആർക്കും സംശയം തോന്നാതിരിക്കാൻ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ടും ഇങ്ങനൊരു പഴുത് കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, പൂർണിമ ചേച്ചി ക്ഷേത്രത്തിൽ അന്വേഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് പിന്നെ ചേച്ചി കല്യാണം കഴിക്കാതെ അങ്ങനൊരു നുണ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ മോശക്കാരാവേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അതെ, ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് CCTV വിഷ്വൽസ് കിട്ടാവുന്നല്ലേ ഉള്ളൂ. ആ വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾ മാലയിട്ട് പുറത്തേക്ക് വരുന്നത് മാത്രമാണുള്ളത്. അത് പിന്നെ ചേച്ചി, ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ചേച്ചിക്ക് അറിയാവുന്നല്ലേ? അതെ, അന്നത്തെ ടെൻഷനില് രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ സാധിച്ചില്ല. അതൊക്കെ പിന്നീട് ചെയ്യാലോന്ന് കരുതി. അല്ലേ കിരൺ? അതെ. വെറുതെ ഒരു അമ്പലത്തിൽ പോയി മാല ഇട്ടതുകൊണ്ട് മാത്രം അത് വിവാഹം ആവില്ല. അത് നിയമപരമായി അംഗീകരിക്കണമെങ്കിൽ കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് അതറിയില്ലേ? അറിയാഞ്ഞിട്ടല്ലേ ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്തു തരാനും ഒപ്പം നിൽക്കാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. കല്യാണത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്കും അറിയാലോ. ആ പ്രശ്നങ്ങൾക്കിടയിൽ ഞങ്ങളെല്ലാം മറന്നുപോയി എന്നുള്ളതാ സത്യം. അതെ. നിങ്ങൾ വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാം. അതിനു വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തുതരും. ചേച്ചി, ചേച്ചി ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം. എന്താ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല. അതോ ഞാൻ ചേച്ചിയാണെന്ന് പറയുന്നത് സത്യമല്ലേ? അയ്യോ, എന്താ കിരൺ? അങ്ങനെയൊന്നല്ല ചേച്ചി. പൂർണിമ ചേച്ചി എന്റെ സ്വന്തം ചേച്ചി എന്നെയാ, അല്ലേ ദുർഗെ? അതെ. എങ്കിൽ നിങ്ങളുടെ വിവാഹ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നടത്തും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കിരൺ? കിരൺ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാര്യങ്ങള് കൈവിട്ട് പോയി തുടങ്ങിയെന്നാ തോന്നുന്നേ. താനിങ്ങനെ ടെൻഷൻ ആവാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എനിക്ക് എന്നെ കുറിച്ച് ഓർത്തല്ല ടെൻഷൻ, കിരണിന്റെ കാര്യം ഓർത്തിട്ടാ. എന്റെ കാര്യോ? അതെ, പൂർണിമേച്ചി പറഞ്ഞത് കേട്ടില്ലേ? രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ചേച്ചി റെഡിയാക്കി തരാന്ന്.
ചേച്ചി അങ്ങനെ ഒരു തീരുമാനമെടുത്താ അത് ബാധിക്കുന്നത് തന്റെ ലൈഫിനായിരിക്കും. എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടല്ലേ താൻ ഇതിനൊക്കെ തയ്യാറായത്. എന്നിട്ടിപ്പോ ഞാൻ കാരണം തന്റെ ഫ്യൂച്ചർ നശിക്കുന്ന അവസ്ഥയല്ലേ? അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്കില്ല. എന്റെ ടെൻഷൻ മുഴുവൻ പൂർണിമേച്ചിയുടെ സംശയത്തെക്കുറിച്ചാ. നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടായില്ലേ? പൂർണിമ ചേച്ചിക്ക് മാത്രമല്ല, സഹദേവൻ ചെറിയച്ചനും നമ്മളെ നല്ല സംശയമുണ്ട്. അതെ, ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ലക്ഷ്യം നേടുന്നതുവരെ പിടിക്കപ്പെടാൻ പാടില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ചേച്ചി രജിസ്ട്രേഷന്റെ കാര്യങ്ങളെ മുന്നോട്ട് പോയാ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഏതായാലും ഇത് വലിയൊരു കെണിയാ. ആർക്കും സംശയം തോന്നാതിരിക്കാൻ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ടും ഇങ്ങനൊരു പഴുത് കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, പൂർണിമ ചേച്ചി ക്ഷേത്രത്തിൽ അന്വേഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് വന്നാലും പിടിക്കപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ അത്ര വിലപ്പെട്ടതാ. ശരി, താൻ എന്തു പറയുന്നോ അതിനൊപ്പം ഞാനുണ്ടാവും. ലക്ഷ്യം നേടിയിട്ടേ നമ്മൾ ഇന്ദ്രപ്രസ്ഥം വിട്ടു പോവൂ. ആരൊക്കെയാടാ നിന്റെയൊക്കെ അണ്ടർ കവർ പോലീസ് ടീമിലുള്ളത്? സത്യം പറഞ്ഞാൽ നിനക്കുള്ള മേനോൻ സാർ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. ചാകണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച ഞാൻ ചത്തു, അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ച തന്നെ അല്ലേ? ആ